ഹായ്, ഈ ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കാനായി 2 ബീറ്റ്റൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞൊരു ചട്ടിയിലിട്ട് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ച് അത് വെന്തപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതുപോലെ കോരി മാറ്റി അതിൻ്റെ വെന്ത കഷ്ണങ്ങളും മാറ്റി വെച്ച് വെള്ളം വേർതിരിച്ചും വെച്ച് എന്നിട്ടൊരു പാത്രം വെച്ച് ചൂടായപ്പോൾ കടുക്, ഉലുവ, മുളക് ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വറുത്താണ് എടുത്തത്. ഓരോന്നോരോന്നായി വറുത്ത് കോരി എടുത്തിട്ട് ഉലുവയും മുളകും കൂടെ ഒന്ന് ആദ്യം പൊടിച്ച് ആ പൊടിച്ച അതിലേക്ക് ബീറ്റ്റൂട്ടിൽ നിന്നും തെളിച്ച് മാറ്റി വെച്ച വെള്ളത്തിൻ്റെ കുറച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ആ അരച്ചെടുത്തതിലേക്ക് അവസാനം കടുകും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് എടുത്താൽ ഒന്ന് ചുറ്റിച്ചാൽ മാത്രം മതി. കാരണം കടുക് അരഞ്ഞു പോകരുത്. കടുക് അരഞ്ഞു പോയാൽ കയ്പ്പ് രസം വരും. അതിങ്ങനെ ഒന്ന് ചുറ്റിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മുളക്, ഒരു മുറി നാരങ്ങ, ഇതാണ് വേണ്ടത്. ഇഞ്ചി ചതച്ച് വെക്കണം. എന്നിട്ട് പാത്രം വെച്ച് ചൂടാകുമ്പോൾ ഞാൻ ഇതേ നല്ലെണ്ണയാണ് ഉപയോഗിച്ചത്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് അത് 1 മിനിറ്റ് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളിയുടെ കളർ മാറി വരുമ്പോൾ കറിവേപ്പിലയും മുളകും ഇടാം. അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് ബാക്കിയുള്ള ബീറ്റ്റൂട്ടിൻ്റെ വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിച്ച് അരപ്പ് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. കുറുകി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് ബീറ്റ്റൂട്ട് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അത് ഒന്ന് നന്നായിട്ട് ഒരു കുറുകി അച്ചാണ്ട് വരെ. ഇത് അധികം വെള്ളം വരത്തില്ല. കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പോരാത്ത ഉപ്പ് ചേർക്കാം. കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് നാരങ്ങ നീര് പിഴിഞ്ഞൊടുക്കുക. പിന്നെ 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ഈ ബീറ്റ്റൂട്ട് അച്ചാർ റെഡിയാവും. ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആർക്കും ഇത് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഷെയർ ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്യണേ, ഇഷ്ടമാകും.